മുണ്ടക്കയം CSI ചർച്ച് തൃപ്തി പദ്ധതിക്ക് തുടക്കമായി. വലിയ നോമ്പിന്റെ പുണ്യനാളുകളിൽ കരുണയുടെയും കരുതലിന്റെയും പുതിയ മാതൃകയുമായി മുണ്ടക്കയം CSI ചർച്ച്. തെരുവോരങ്ങളിൽ വിശപ്പ് അനുഭവിക്കുന്നവർക്ക് സൗജന്യ ഉച്ചഭക്ഷണം എത്തിക്കുന്ന തൃപ്തി പദ്ധതിക്ക് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ തുടക്കമായത്. പദ്ധതിയുടെ ഉദ്ഘാടനം റവറന്റ് ജോൺ ഐസക് നിർവഹിച്ചു. പ്രാർത്ഥനയും ഉപവാസവും വഴി നേടുന്ന ആത്മീയ ചൈതന്യം സഹജീവികളോടുള്ള കരുണയായി മാറണമെന്നും വിശക്കുന്നവന് ആഹാരം നൽകുന്നതിലൂടെ യഥാർത്ഥ നോമ്പ് അർത്ഥപൂർണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നോമ്പ് കാലഘട്ടങ്ങളിൽ ഉപവാസവും പ്രാർത്ഥനയും ഒപ്പം മറ്റുള്ളവർക്ക് നന്മ പ്രദാനം ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഭക്ഷണം വർദ്ധിച്ച് അതിൻ്റെ ഒരു ഭാഗം വേർതിരിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നൽകുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഒരു തൃപ്തി എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുകയില്ല. ഈ ചെറിയവരിലൊരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളമല്ല എനിക്കാകുന്നു ചെയ്തത് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിശന്നു. യോഗത്തിൽ ബോബിന മാത്യു ആദ്യ തുക കൈമാറി. തൃപ്തി എന്നതിൻ്റെ ഉദ്ദേശം വിശന്നു വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുക എന്നൊരു പദ്ധതിയാണ്. ഇത് അല്ലാതെ ഉച്ചയ്ക്ക് വന്ന് ഊണ് കഴിച്ചു കളയാം എന്ന് പറഞ്ഞു വരുന്നവർക്ക് വേണ്ടിയല്ല, മറിച്ച് അർഹരായിട്ടുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഈ നോമ്പിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ ഈ സമയത്ത് അല്ലെങ്കിൽ പാരീഷ് ഹോളിൻ്റെ വരാന്തയിൽ ഈ പദ്ധതി നടപ്പിലാക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ജേക്കബ് ജോൺ, ആശ ബിനു, ഷെർലി ജോൺ, അച്ഛൻ കുഞ്ഞ്, ലെനി അജിത് തുടങ്ങിയവർ പങ്കെടുത്തു. തെരുവോരങ്ങളിൽ കഴിയുന്നവർക്കും അശരണർക്കും ഉച്ചഭക്ഷണം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നോമ്പിന്റെ 40 ദിവസങ്ങളിലും മുടങ്ങാതെ ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും.